പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് മരിക്കുമ്പോൾ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ഇരിക്കണ ഓരോ മനുഷ്യനും അറിയാം, എൻ്റെ പൊന്നുസ്താദെ അതിനുള്ള യോഗ എനിക്കില്ല. ഈ ഇരിക്കണ തഴമ്പും താടിയുള്ള എല്ലാവർക്കും അറിയാം, എനിക്ക് നിങ്ങൾക്കും അറിയാം. കാരണം ജീവിതത്തിൽ അങ്ങനെ ഒരു മരണം കിട്ടാൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യണ്ടേ വാപ്പ? എന്തെങ്കിലും നന്മകൾ ചെയ്തു വെച്ചാലല്ലേ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ മരിക്കാൻ പറ്റൂ. വെള്ളിയാഴ്ച രാവിലൊക്കെ മരിക്കുന്ന മയ്യത്ത് കാണുന്നതല്ലേ. ചില പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ എൻ്റെ ഉമ്മ സംസം വെള്ളം കുടിച്ച് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് മരിക്കുന്നത് ഞാൻ കേട്ടു ഉസ്താദേ. എന്താ അഭിമാനത്തോടെ പറയാ? ഇരിക്കണ ആണുങ്ങൾ പറയും, ഉസ്താദേ എൻ്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചേ, എൻ്റെ ഉപ്പ നിസ്കരിച്ചപ്പോഴാ മരിച്ചേ, 27-ാം രാവിലെ എൻ്റെ വാപ്പ മരിച്ചേ എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന ആണുങ്ങളുണ്ട്. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്കെന്ത് കിട്ടാനാടാ? ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ. നിന്റെ ഉമ്മ ഷഹാദത്ത് കലിമ പറഞ്ഞു മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമോ? നീ ഇങ്ങനെ മൈക്കെട്ടി പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ, നിനക്കൊന്നും കിട്ടില്ല ആമിന. നിന്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഓളി രക്ഷപ്പെട്ടു, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കാം. നമ്മളിങ്ങനെ പറഞ്ഞു, നീ ആ ഉമ്മാടെ മോനാണെങ്കിൽ അങ്ങനെ മരിച്ചു കാണിക്കട. ആ വാപ്പാടെ മകനാണെങ്കിൽ ഇന്നലെ എങ്ങാണ്ട് ഞാൻ എവിടെ പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഉസ്താദ് നിസ്കാരത്തിന് ആരാ പറഞ്ഞു, നിസ്കാരത്തിൽ മരിച്ചെന്ന്, സുജൂദില് നിസ്കാരത്തിന്റെ മുസല്ലി സുജൂദിൽ കിടന്ന് മരിച്ച ആരുടെ കഥ ഇങ്ങനെ അല്ലാഹു ഖബറിനെ സ്വർഗ്ഗാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മരണം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിനക്ക് തന്നെ അറിയാം അതിന് യോഗമൊന്നും ഇല്ലെന്ന്, നമുക്ക് തന്നെ അറിയാം. പിന്നിങ്ങനെ നെളിഞ്ഞടക്ക താടിയും തഴമ്പും, താടിയും ഇപ്പോഴത്തെ എത്രയോ കള്ള് കച്ചവടം നടത്തുന്നവനും കഞ്ചാവടിക്കുന്നവനും കൊലപാതകയ്ക്കും താടിയുടെ നീളം ഇവിടെ വരെയാ. പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉസ്താദന്മാര് പോലും തോറ്റുപോകും. ബില്ലാദന്റെ താടിയാ ഇന്ന് ചെറുപ്പക്കാർക്ക്. ഇത്രയും നീളത്തിൽ താടി വളർത്തിക്കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരെ നമുക്കറിയാം. തഴമ്പ് 25 കൊല്ലം നിസ്കരിച്ച വാപ്പായ്ക്ക് തഴമ്പില്ല. ഇന്നലെ പള്ളി കയറിയവന് തഴമ്പ്, പായിലിട്ട് വരച്ചിട്ട് തഴമ്പ്. അല്ലാഹു ആലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. താത്ത ഒരു ഫർദയും വലിച്ചു കയറ്റിയിട്ട് കൈക്കകത്ത് ദിക്റ് പറയണ തസ്ബീഹ് ഇട്ടില്ല, അതിൽ അടിച്ചുകൊണ്ട് നടക്കാൻ ഏത് പൊട്ടയ്ക്കും പറ്റും. അതെല്ലാവർക്കും പറ്റും. അതിലൊന്നും കാര്യമൊന്നുമില്ല. അതിൽ കാര്യമില്ല എന്നല്ല, അത് മാത്രമല്ല മരണസമയത്ത് ഈമാൻ കിട്ടാനുള്ള കാരണം ജീവിതത്തിൽ എന്തെങ്കിലും വേണം. ഫർദയൊക്കെ ഹിജാബൊക്കെ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചൊന്നല്ല, ഞാൻ ഉള്ളതല്ലേ പറയണേ. നീ തന്നെ മനസാക്ഷിയോട് ചോദിക്ക്, നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറ. ഇത്രയും പ്രായമുള്ളവരൊക്കെ ഇരിക്കുന്നല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു നന്മ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഒരെണ്ണം പറയാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള ധൈര്യം നമുക്കില്ല. ഇതാ നമ്മുടെ അവസ്ഥ. എടാ, ഒരു നന്മ പോലും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ അവസ്ഥ ഏതാ? നമ്മുടെ ഈമാനികമായിട്ടുള്ള കുറവതാ. അതുകൊണ്ട് ഈമാനോടുകൂടി മരിക്കാനുള്ള വഴി എന്താന്ന് പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈമാനോടുകൂടി മരിക്കണോ? ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? മക്കളെ, നിങ്ങൾ മിണ്ടാതിരുന്നേടാ. പ്രായമുള്ള മനുഷ്യന്മാര് പറയട്ടെ, വേണോ വേണ്ടേ? മിണ്ടാതിരിക്കല്ലേ? എൻ്റെ പൊന്നുസ്താദേ, ഞാൻ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല. അതുകൊണ്ടാ നിനക്ക് ധൈര്യം. നിന്റെ ധൈര്യം എന്താ? നീ പറയുന്നത് നീ ഇപ്പോഴെങ്ങും മരിക്കൂല എന്നാ അല്ലേ? നമ്മൾ ഇപ്പോഴെങ്ങും മരിക്കത്തില്ല, ഇനി എത്രയോ കാലം ജീവിക്കും. ആരാ പറഞ്ഞേ? നീയൊക്കെ നാളെ നേരം വെളുപ്പിക്കുമെന്ന് ആര് കണ്ട്? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇതെന്താ പല പള്ളിപ്പറമ്പി സലാം പറഞ്ഞ പോലെ. എടോ, മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിനക്ക് പള്ളിക്കുഴിയിൽ കബറ് വെട്ടാൻ സമയമായോ ഇല്ലയോ എന്നറിയാൻ വഴിയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ മരണത്തിന്റെ അടയാളം. ചിലര് പറയും, ഉസ്താദെ പെട്ടെന്ന് മരിച്ചു എന്ന്. ഈ അടുത്ത് എവിടെയോ പോയപ്പം പറഞ്ഞു, ചെറുപ്പക്കാരനായിരുന്നു ഉസ്താദെ, പെട്ടെന്ന് മരിച്ചു. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 55 വയസ്സുണ്ടെന്ന്. അപ്പൊ 25-കാരൻ എന്താ പറയാ? 35-കാരൻ എന്താ പറയാ? 55 വയസ്സുള്ളവനെ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാമത്തെ വയസ്സിലാ മരിച്ച, അവിടെ നിന്ന് വഫാത്തായ. ഇപ്പൊ ചിന്തിച്ചു നോക്കിയേ. എടാ, ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.